ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തിരുന്ന ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ജോണസും മിസ്സിസ് ജോണസും കൂടി നമ്മുടെ റൈറ്ററായ A.J. ക്രോണിൻ്റെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയായിരുന്നു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പേജ് നമ്പർ 78 അഞ്ചാമത്തെ പാരഗ്രാഫ് മുതൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം. സോ പേജ് നമ്പർ 78, 5th paragraph. A moment later, I was occupying the vacant chair beside them. Haltingly, he told me that this had been their first visit to America. It was not entirely a holiday trip. They had been making a tour of the New England states, inspecting many of the summer recreational camps for young people there. അപ്പോൾ നമ്മുടെ ജോണസും മിസ്സിസ് ജോണസും കൂടി A.J. ക്രോണിൻ്റെ അടുത്ത് വന്നിട്ട് തങ്ങൾ ആരാണെന്നും അവരുടെ ജോലി എന്താണെന്നുമുള്ള കാര്യങ്ങൾ ആരോട് പറയുകയാണ്? നമ്മുടെ റൈറ്ററായ A.J. ക്രോണിനോട് പറയുകയാണ്. പക്ഷേ A.J. ക്രോണിന് ഇവരെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. ഇവരവരെ വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്ത് നോക്കിയെങ്കിലും A.J. ക്രോണിന് ഇവരാരാണെന്ന് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിനടുത്ത് വന്നിരുന്നിട്ട് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ജോണസും മിസ്സിസ് ജോണസും നോക്കാം നമുക്ക്. എ മൊമെന്റ് ലേറ്റർ ഐ വാസ് ഓക്യുപ്പൈങ് ദ വേക്കൻറ്റ് ചെയർ ബിസൈഡ് ദം. നിങ്ങൾക്ക് ആ പിക്ചറിൽ നോക്കിയാൽ കാണാം, അവിടെ ഒരു ഒഴിഞ്ഞ കസേര ഉണ്ടായിരുന്നു. ഈ വേക്കൻറ്റ് ചെയർ എന്ന് പറഞ്ഞാൽ കാലിയായ കസേര. ആ കസേരയിൽ ആര് പോയിരുന്നു? നമ്മുടെ റൈറ്ററായ A.J. ക്രോണിന് എന്ത് ചെയ്യാണ്? ആ ചെയറിൽ പോയിരുന്നു. ഇവരെ തൊട്ടടുത്തായിട്ട് ജോണസും മിസ്സിസ് ജോണസും എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഹാൾട്ടിംഗ്ലി ഹി ടോൾഡ് മീ ദാറ്റ് ദിസ് ഹാഡ് ബീൻ ദെയർ ഫസ്റ്റ് വിസിറ്റ് ടു അമേരിക്ക. ഹാൾട്ടിംഗ്ലി എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഇങ്ങനെ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇയാളോട് സംസാരിക്കുന്നത്. അതൊരു പേടി എന്നുള്ള രീതി വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. വാക്കുകൾ ഇങ്ങനെ ഹാൾട്ട് ചെയ്തുകൊണ്ട്, ഹാൾട്ട് മീൻസ് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? A.J. ക്രോണിനോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഹി ടോൾഡ് മീ ദാറ്റ് ദിസ് ഹാഡ് ബീൻ ദെയർ ഫസ്റ്റ് വിസിറ്റ് ടു അമേരിക്ക. അദ്ദേഹം പറയുന്നത് എന്താ? അമേരിക്കയിലോട്ടുള്ള അവരുടെ ആദ്യത്തെ വിസിറ്റ് ആയിരുന്നു ഏത്? ഈ പറയുന്ന ഷിപ്പിലൂടെയുള്ള യാത്ര. അതെവിടെ അവസാനിക്കുക? അമേരിക്കയിൽ. അവിടേക്കുള്ള ആദ്യത്തെ യാത്ര അല്ലെങ്കിൽ ആദ്യത്തെ വിസിറ്റ് ആയിരുന്നു ആരുടെ? ജോണസിൻ്റെയും മിസ്സിസ് ജോണസിൻ്റെയും. ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി എ ഹോളിഡേ ട്രിപ്പ്. പക്ഷേ ഈ ട്രിപ്പ് യഥാർത്ഥത്തിൽ എന്തല്ല? പൂർണ്ണമായും ഒരു ഹോളിഡേ ട്രിപ്പല്ല. ജസ്റ്റ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു ട്രിപ്പായിരുന്നില്ല. ഈ ട്രിപ്പിന് എന്തുണ്ട്? വേറെയും ചില ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. They had been making a tour of the New England states, inspecting many of the summer recreational camps for young people there. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ന്യൂ സ്റ്റേറ്റ്സിലുള്ള, അതായത് അമേരിക്കയിലൊക്കെയുള്ള സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്. സമ്മർ റിക്രിയേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വേനൽക്കാല വിനോദ ക്യാമ്പ്. അതായത് യുവാക്കൾക്കൊക്കെ ഉള്ള ഒരു ക്യാമ്പാണത്. ആ ക്യാമ്പ് സന്ദർശിക്കുക അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്നതാണ് ആരുടെ ലക്ഷ്യം? ജോണസിൻ്റെയും മിസ്സിസ് ജോണസിൻ്റെയും അമേരിക്കയിലോട്ടുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവരെ കാര്യങ്ങളൊക്കെ ആരോട് പറയുകയാണ്? നമ്മുടെ A.J. ക്രോണിനോട് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവർ വന്നിരിക്കുന്നത് എന്താണ്? സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ് വിസിറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജോണസും മിസ്സിസ് ജോണസും എന്ത് ചെയ്യുന്നത്? അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ, ആഫ്റ്റർവേർഡ്സ് they had visited settlement houses in New York and other cities to study the method employed in dealing with the cases of backward, maladjusted and delinquent youth. ഓക്കെ, അത് മാത്രമല്ല ഈ ക്യാമ്പിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പറ്റിയും കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, സമൂഹത്തിലധികം വില കൽപ്പിക്കപ്പെടാത്ത കുറ്റവാളികൾ എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലാണ് അവരെന്ത് ചെയ്യുന്നത്? താമസിപ്പിക്കാറ്. അപ്പോൾ അത്തരം ക്യാമ്പുകളിൽ പോയിട്ട് അവരെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ആര് ശ്രമിക്കുന്നത്? നമ്മുടെ ജോണസും മിസ്സിസ് ജോണസും ശ്രമിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ഇത് വായിക്കാം, മനസ്സിലാവും. ആഫ്റ്റർവേർഡ്സ് ദേ ഹാഡ് വിസിറ്റഡ് സെറ്റിൽമെൻറ്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ പല സ്ഥലങ്ങളിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതർ സിറ്റീസ് ടു സ്റ്റഡി ദ മെത്തേഡ് എംപ്ലോയ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് ദ കേസ് ഓഫ് ബാക്ക്വേർഡ്.
അതായത് അവിടുത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ. ഏതൊക്കെ തരം വിദ്യാർത്ഥികൾ? ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ പഠനത്തിലൊക്കെ പിന്നോട്ട് നിൽക്കുന്ന പിള്ളേർ, അതായത് സമൂഹത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന പിള്ളേർ, ബാക്ക്വേർഡ്. അല്ലെങ്കിലോ മാൽ അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹികമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത, അതായത് സമൂഹത്തിൽ ഈ നെഗറ്റീവ് മെൻറ്റാലിറ്റിയുള്ള കുറേ ആൾക്കാരില്ലേ, ക്രൈം ടെൻഡൻസി കൂടുതലുള്ള, അപ്പോൾ അവരെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ക്യാമ്പുകളിലാണ് അവരെന്ത് ചെയ്യാറ്? താമസിപ്പിക്കാറ്. അപ്പോൾ അവർ ഏത് മെത്തേഡാണ്, ഇവർ എങ്ങനെയാണ് നല്ലവരാക്കി കൊണ്ടുവരുന്നത്, മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളതും പഠിക്കുക എന്നുള്ളത് ഇവരൊരു ലക്ഷ്യമായിരുന്നു. പിന്നെയോ ആൻഡ് ഡെലിക്വൻറ്റ് യൂത്ത് എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ, അതായത് ഈ ചെറുപ്പക്കാരിലെ കുറ്റവാസന കൂടുതലുള്ള ആൾക്കാരില്ലേ, അവരിനൊക്കെ ഇവർ എങ്ങനെയാണ് ആ ക്യാമ്പുകളിൽ കൊണ്ടുപോയിട്ട് നന്നാക്കിയിരുന്നത്, അവരെ പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? നമ്മുടെ ജോണസിൻ്റെയും മിസ്സിസ് ജോണസിൻ്റെയും ലക്ഷ്യം. ഇവർ കാര്യങ്ങളൊക്കെ ആരോട് പറയുകയാണ്? നമ്മുടെ A.J. ക്രോണിനോട് അവിടെ അടുത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ 6th paragraph. There was in his voice a manner, indeed in his whole personality, a genuine enthusiasm that was disarming. ഇദ്ദേഹത്തിൻ്റെ ഈ സംസാര ശൈലിയും പ്രകൃതമൊക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് ഇദ്ദേഹത്തെ പറ്റിയൊരു പിക്ചർ കിട്ടുകയാണ്. ആർക്ക്? നമ്മുടെ A.J. ക്രോണിന് ജോണസിനെ പറ്റിയൊരു കറക്റ്റ് പിക്ചർ അയാൾക്ക് എന്ത് ചെയ്തു? ലഭിച്ചു. എന്താണെന്ന് നോക്കാം. ദർ വാസ് ഇൻ ഹിസ് വോയിസ് ആൻഡ് മാനർ എന്ന് പറഞ്ഞാൽ രീതി, പ്രകൃതി എന്നൊക്കെ പറയില്ലേ, അയാളുടെ രീതിയിലും ശബ്ദത്തിലൊക്കെ ഇയാൾ എന്തോ മനസ്സിലാക്കി. എന്താണ്? ദാറ്റ് വാസ് ഡിസാർമിങ്. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്ക് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. അതായത് ഇദ്ദേഹത്തിന് ഈ സംസാരിക്കുന്ന സമയത്ത് വളരെയധികം എന്താണ്, ഒരു എന്തൂസിയാസം എന്ന് പറയുന്നത് ഒരു ആവേശം കാണാൻ സാധിച്ചു ആർക്ക്? നമ്മുടെ A.J. ക്രോണിന്. ആരിൽ? നമ്മുടെ ജോണസിൽ. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ആരോട് പറയുന്നത്? A.J. ക്രോണിനോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ശരീരഭാഷയിലും പ്രകൃതത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു എന്തൂസിയാസം, ഒരു ആവേശം ആർക്ക് കാണാൻ സാധിച്ചു? നമ്മുടെ A.J. ക്രോണിന് കാണാൻ സാധിച്ചു. ദെൻ ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്ക് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. അതുകൊണ്ട് തന്നെ അയാളെ കണ്ട് ഈ സംസാരിച്ച സമയത്ത് തന്നെ ആർക്ക് അദ്ദേഹത്തെ ഇഷ്ടമായി? നമ്മുടെ A.J. ക്രോണിന് ജോണസിന് എന്ത് ചെയ്തു? വളരെയധികം ഇഷ്ടമായി. കാരണം നല്ലൊരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം എന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ A.J. ക്രോണിന് മനസ്സിലായി. ആരെ പറ്റി? ജോണസിനെ പറ്റി. ഓക്കെ, നൗ questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. യൂത്ത് വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? യുവാക്കൾക്ക് വേണ്ടിയുള്ള മേഖലകളില്ലേ, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന മേഖലകളിലൊക്കെ കഴിഞ്ഞ 15 വർഷമായിട്ട് ആരൊക്കെ പങ്കെടുക്കാറുണ്ട്? ജോണസും അദ്ദേഹത്തിൻ്റെ വൈഫായ മിസ്സിസ് ജോണസും എന്ത് ചെയ്യാറുണ്ട്? പങ്കെടുക്കാറുണ്ട്. അതായത് ഈ യുവാക്കളെ, അതായത് സമൂഹത്തിലൊക്കെ ഇങ്ങനെ താഴ്ന്ന നിലയിൽ കിടക്കുന്ന യുവാക്കളൊക്കെ എന്ത് ചെയ്യാണ്? അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ കൊടുത്ത് സമൂഹത്തിൽ ഉയർത്തി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? യുവാക്കളെ സംരക്ഷിക്കാനുള്ള മേഖലയിൽ വർക്ക് ചെയ്യാൻ ആർക്ക് മനസ്സിലായി? നമ്മുടെ A.J. ക്രോണിന് മനസ്സിലായി. ദെൻ ഹി വാസ് ബൈ പ്രൊഫഷൻ എ സോളിസിറ്റർ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? ജോണസിൻ്റെ സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വക്കീലായിരുന്നു. ഈ നിയമമില്ലേ, നിയമവുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു. ഒരു വക്കീലായിരുന്നു. ആര്? നമ്മുടെ ജോണസ്. ഓക്കെ, ബട്ട് ഇൻ അഡീഷൻ ടു ഹിസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്സ് ഫൗണ്ട് ടൈം ടു ആക്ട് ആസ് ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡിവോട്ടഡ് ടു ദ കെയർ ഓഫ് ദ ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വക്കീലായിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ കൂടിയായിട്ട് ആര് വർക്ക് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജോണസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണ്? ഡിവോട്ട് ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ക്ഷേമത്തിന് അല്ലെങ്കിൽ കെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ കൂടിയാണ് ആര്? നമ്മുടെ വക്കീലായ മിസ്റ്റർ ജോണസ്. മോസ്റ്റ്ലി ഫ്രം സിറ്റി സ്ലംസ്. ഈ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെ വരുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ എവിടെ നിന്നുള്ളവരായിരുന്നു? സ്ലംസ് എന്ന ചേരികളിൽ നിന്നായിരുന്നു. അതായത് പഠിക്കാനും ജോലി ചെയ്യാനൊന്നും കഴിയാത്ത, അല്ലെങ്കിൽ അവർക്ക് അതിനൊന്നും സാധിക്കാൻ പറ്റാത്ത പിള്ളേരെ ഇവരെന്ത് ചെയ്യും? ഈ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യും? ഒന്നൊന്നായിട്ട് പ്രൊവൈഡ് ചെയ്ത് അവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ കൂടിയായിരുന്നു ആര്? നമ്മുടെ ജോണസ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു വക്കീലാണ്. അതിൻ്റെ ഇടയിലും ഇദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? ഇത്തരം ചാരിറ്റബിൾ വർക്കിന് സമയം കണ്ടെത്താറുണ്ടായിരുന്നു. ഹു ഹാഡ് ഫാളൻ അണ്ടർ ദ ബാൻ ഓഫ് ദ ലോ. അതായത് ഇത്തരം കുട്ടികളൊക്കെ അവരുടെ പ്രശ്നം എന്താണ്?
നിയമത്തിന് മുന്നിൽ കുറ്റവാളികളായപ്പെട്ട കുട്ടികളാണ്. അതായത് ഇപ്പോൾ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യാണ്, ജയിലിലടയ്ക്കും അല്ലേ. അപ്പോൾ ജയിലിലടയ്ക്കുമ്പോൾ മറ്റുള്ളവരുമൊപ്പം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ കൂടുതൽ എന്താവും, മോശം കുറ്റവാളികളായി മാറും. അപ്പോൾ അതില്ലാതിരിക്കാൻ അവർ അവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇത്തരം ക്യാമ്പിൽ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യും, ഒന്നൊന്നായിട്ട് പ്രൊവൈഡ് ചെയ്ത് സമൂഹത്തിന് പറ്റുന്ന നല്ലൊരു തലമുറ ഇവരെന്ത് ചെയ്യാണ്, ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യാറ്. അതാണ് ആരുടെ ലക്ഷ്യം, നമ്മുടെ ജോണസിൻ്റെയും മിസ്സിസ് ജോണസിൻ്റെയും ലക്ഷ്യം. എത്ര കൊല്ലമായിട്ട് ഇവർ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു? ലാസ്റ്റ് 15 years, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ആസ് ഹി സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ് ഐ ഗോട്ട് എ വിവിഡ് പിക്ചർ ഓഫ് ദ വർക്ക് ദീസ് 2 people were doing. അപ്പോൾ ഇവരോട് ഇത്രയും നേരം സംസാരിച്ച സമയം കൊണ്ട് തന്നെ അവരെ പറ്റിയുള്ള വ്യക്തമായൊരു രൂപം ആർക്ക് മനസ്സിലായി, നമ്മുടെ AJ ക്രോണിന് മനസ്സിലായി അവരാരായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, I learned how they took the derelict adolescents from the juvenile courts and placing them in a healthy environment. ഇത്തരം ജുവനൈൽ ഹോമിൽ നിന്നുമൊക്കെ ഇത്തരം കുറ്റക്കാരായ വിദ്യാർത്ഥികൾ അവരെന്ത് ചെയ്യും, സെലക്ട് ചെയ്തതിന് ശേഷം പ്ലേസിങ് ദം ഇൻ എ ഹെൽത്തി എൻവയോൺമെൻറ്റ്, അവർ നല്ലൊരു പരിസ്ഥിതിയുള്ള സ്ഥലത്ത്, അതായത് അവർക്ക് വളരെ നല്ലൊരു സാഹചര്യമുള്ളൊരു സ്ഥലത്ത് അവരെന്ത് ചെയ്യും, കൊണ്ടുചെന്ന് ആക്കും ഇത്തരം കുറ്റവാളികളെ. ഹീലഡ് ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് സെൻഡ് ദം ബാക്ക് ഇൻ ടു ദ വേൾഡ്. എന്നിട്ട് അവർ ചെയ്ത കുറ്റത്തിൻ്റെ ഒക്കെ കാര്യകാരനൊക്കെ അവരെ മനസ്സിലാക്കി, അവരെ മനസ്സും മുറിവൊക്കെ ഉണക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യാണ്, നല്ലൊരു ജനതയാക്കിയിട്ട് അവരെന്ത് ചെയ്യും, സൊസൈറ്റിയിലോട്ട് അവർ പറഞ്ഞു വിടും. അതാണ് ഇവരുടെ ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, എയിം. ഓക്കെ, ഇത് ആര് മനസ്സിലാക്കിയെടുത്തതാണ്, നമ്മുടെ AJ ക്രോണിൻ മനസ്സിലാക്കിയതാണ്. They were given training in a useful handicraft which made them fit to take their places as worthy members of the community. ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഓരോ അവരുടേതായ ഇഷ്ടപ്പെട്ട ഒരു ഹാൻഡ് ക്രാഫ്റ്റ്, അതൊരു ജോലിയും കൂടി അവരെന്ത് ചെയ്യും, ഓരോ ഉപയോഗിച്ച് സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മേക്കിങ്ങിലൊക്കെ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്കൊരു ജോലിയും ഇവരെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ് ആ ജോലി പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ സമൂഹത്തിൽ ചെന്നിട്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ അവരുടേതായ ജോലി നോക്കി അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇവർക്കൊരു ജോലിയും അവരെന്ത് ചെയ്യും, പഠിപ്പിച്ച് കൊടുക്കും. അത് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യമാണ്. ഇറ്റ് വാസ് എ വർക്ക് ഓഫ് റിഡംഷൻ ദാറ്റ് സ്റ്റേഡ് ദ ഹാർട്ട് ആൻഡ് ഐ ആസ്ക്ഡ് വാട്ട് ഹാഡ് ഡയറക്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ടു ദിസ് ചാനൽ. അപ്പോൾ ഈ കാര്യം ഇദ്ദേഹത്തിന് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഇത്തരം മോശം അവസ്ഥയിലോട്ട് പോകുന്ന കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ നല്ല ആൾക്കാരാക്കി സമൂഹത്തിലോട്ട് പറഞ്ഞു വിടുകയാണ് അല്ലേ. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ് AJ ക്രോണിൻ, എങ്ങനെയാണ് നിങ്ങൾ ഇത്തരം ഒരു മേഖലയിലോട്ട് കടന്നു വന്നത്? ഏതൊരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണെങ്കിൽ അതിന് സ്റ്റാർട്ടിങ് വേണമല്ലോ. അപ്പം ഇങ്ങനൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വന്നത് എന്ന് ആര് ചോദിക്കുകയാണ്, AJ ക്രോണിൻ ജോണസിനോട് ചോദിച്ചു. AJ ക്രോണിന് ഇവരെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത് എന്നുള്ളത്. ഓക്കെ, നോക്കാം നമുക്ക്. ദ ക്വസ്റ്റ്യൻ ഹാഡ് എ സ്ട്രേഞ്ച് എഫക്റ്റ് അപ്പോൺ ഹിം. ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ജോണസിനൊരു സ്ട്രേഞ്ച് ഫീലിംഗ് ആണ് ഉണ്ടായത്. എന്താണത്? ഹി ടുക്ക് എ ഷാർപ്പ് ബ്രെത്ത് ആൻഡ് എക്സ്ക്ലെയിംഡ്. അപ്പോൾ ഇത് കേട്ടപാട് ജോണസ് എന്ത് ചെയ്യണം, അയാൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ മേഖലയിലോട്ട് വന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, ഹി ടുക്ക് എ ഷാർപ്പ് ബ്രെത്ത്, ഒരു ശ്വാസം എടുത്തു, ദീർഘശ്വാസം. എന്നിട്ട് പറയുകയാണ്, യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയില്ല അല്ലേ? ആര് ചോദിക്കുകയാണ്? ജോണസ് ചോദിക്കുക, സാർക്ക് ഇപ്പോഴും എന്നെ ഓർമ്മ വന്നില്ല അല്ലേ? ഐ ഷൂക്ക് മൈ ഹെഡ്. ആര് തലയാട്ടി? ജോൺസ് AJ ക്രോണിൻ എന്ത് ചെയ്തു? ഷൂക്ക് ദ ഹെഡ്, തലയാട്ടി. ഇല്ല, എനിക്കറിയില്ല. ടു ദ ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ് ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ് സീൻ ഹിം ബിഫോർ. സത്യം പറഞ്ഞാൽ ഇയാൾ എന്ത് പറയുകയാണ്, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇയാളെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആര് പറയാണ്? നമ്മുടെ AJ ക്രോണിൻ. കാരണം AJ ക്രോണിൻ ഇയാളെ മുന്നേ എവിടെയും കണ്ടൊരു പരിചയമേ തോന്നുന്നില്ല. പക്ഷെ എപ്പോഴോ കണ്ടിട്ടുണ്ട്. അത് ആർക്കും ഓർമ്മയില്ലായിട്ടാണ്, AJ ക്രോണിന് ഓർമ്മയില്ലായിട്ടാണ്. അപ്പോൾ ആ കാര്യമാണ് ആരിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്? ജോണസ്. അപ്പോൾ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുന്നേ എപ്പോഴോ നമ്മുടെ ജോണസിനെ ആര് കാണാനിടയായിട്ടുണ്ട്? AJ ക്രോണിൻ കാണാനിടയായിട്ടുണ്ട്. ആ സന്ദർഭമാണ് ഇനി പറയുന്ന പാരഗ്രാഫുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഐ ഹാവ് വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. എന്നിട്ട് അയാൾ പറയാണ്, കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആരെ അന്വേഷിച്ച് നടക്കുമായിരുന്നു? സാറിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. സാറെന്ന് പറഞ്ഞാൽ നമ്മുടെ AJ ക്രോണിനെ ജോണസ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഹി വെൻ്റ് ഓൺ. അദ്ദേഹം പറയുകയാണ്, അണ്ടർ ഇൻക്രീസിങ് സ്ട്രെസ്. ഈ പറയുന്ന നേരൊക്കെ അയാൾ ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്, സമ്മർദ്ദം ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്,
ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈ സെൽഫ് ടു ഡു സോ. ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചെങ്കിലും എനിക്ക് നിങ്ങളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു. ദെൻ ബെൻഡിങ് നിയർ ഹീ സ്പോക്ക് എ ഫ്യൂ വേർഡ്സ് ടെൻസിലി ഇൻ മൈ ഹിയർ. എന്നിട്ട് ഇയാളുടെ തൊട്ടടുത്ത് വന്നുകൊണ്ട്, എജിക്രോണിൻ്റെ തൊട്ടടുത്ത് വന്നുകൊണ്ട് ജോണസ് എന്തോ ഒരു കാര്യം എന്ത് ചെയ്യാണ് ഇയാളെ ചെവിട്ടിൽ പറഞ്ഞു, ഇത് സ്വകാര്യം പറയുന്ന പോലെ. അറ്റ് ദാറ്റ് സ്ലോലി ദ വെയിൽസ് പാർട്ടൺ. ആ സ്വകാര്യം പറയുന്ന സമയത്ത് എന്ത് ചെയ്യാണ് ഇദ്ദേഹത്തിന് മനസ്സിലോട്ട് പഴയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ഓർമ്മ വരികയാണ്. അതായത് വെയിൽസ് പാർട്ടൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലെ കറുത്ത നിറമൊക്കെ മാറുക, അതായത് ഓർമ്മ തിരിച്ചു വരാൻ തുടങ്ങി. ആ കണ്ട സന്ദർഭം എപ്പോഴാണ് മുന്നേ കണ്ടത് എന്നുള്ളത്. ആര്? എജിക്രോണിൻ ജോണസിനെ കാണാനിടയായ സന്ദർഭം എന്താ നോക്കാം നമുക്ക്. മൈ തോട്ട്സ് സ്പെഡ് ബാക്ക് എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 25 വർഷം പിന്നോട്ട് സഞ്ചരിച്ചു. ആരുടെ മനസ്സ്? എജിക്രോണിൻ്റെ മനസ്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 25 കൊല്ലം മുന്നെയാണ് ആരെ കണ്ടിരിക്കുന്നത്? എജിക്രോണിൻ ജോണസിനെ കണ്ടിട്ടുള്ളത്. ആൻഡ് വിത്ത് എ സ്റ്റാർട്ട് ഐ റിമെമ്പേർഡ് ദ സോൾ ഒക്കേഷൻ വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ. ഇനിയാണ് നമ്മുടെ എജിക്രോണിൻ നമ്മുടെ ജോണസിനെ കണ്ട സന്ദർഭം ഇയാളുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്. എന്താണ് ആ സന്ദർഭം നമുക്കൊന്ന് നോക്കാം. 10th പാരഗ്രാഫ്. ഓക്കെ. I was a young doctor at that time and had just set up a practice in a working class district of London. അപ്പോൾ 25 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇയാൾ 25 വർഷം മുന്നേ ലണ്ടനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ജസ്റ്റ് ഡോക്ടർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇയാൾ എന്ത് ചെയ്യാണ്, ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 25 കൊല്ലം മുന്നേ ഇയാൾ എവിടെയായിരുന്നു? ലണ്ടനിലായിരുന്നു. ഓൺ എ ഫോഗി നവംബർ നൈറ്റ്. അപ്പോൾ ഒരു മഞ്ഞ് മൂടിയ ഒരു നവംബർ മാസം രാത്രി. ഫോഗി എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിയ ഒരു നവംബർ മാസം രാത്രിയിൽ ടുവേർഡ്സ് 1 o'clock, രാത്രി ഏകദേശം 1 മണിയായിരിക്കുന്നു. ഐ വാസ് എവേക്കൻ ബൈ എ ലൗഡ് ബാങ്ങിങ് ഓൺ ദ ഡോർ. ഇയാൾ കിടക്കുന്ന റൂമിൻ്റെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ വാതിലിൽ എന്ത് കേൾക്കുകയാണ്? എ ലൗഡ് ബാങ്ങിങ് എന്ന് പറഞ്ഞാൽ ഒരു മുട്ടൽ ഇയാൾ കേൾക്കുകയാണ്. ഹറീഡ്ലി ഐ ത്രൂ ഓൺ സം ക്ലോത്ത്സ് ആൻഡ് വെന്റ് ഡൗൺ സ്റ്റേഴ്സ്. പെട്ടെന്ന് തന്നെ ഇയാൾ എന്ത് ചെയ്യാണ്? ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് താഴെ ചെന്നിട്ട് ഡോർ തുറക്കാൻ നോക്കി. ഇറ്റ് വാസ് എ സർജൻറ്റ് ഓഫ് പോലീസ്. അവിടെ ചെന്നപ്പോൾ ഇയാൾ കാണുന്നത് ആരാണ് ഇദ്ദേഹത്തിൻ്റെ ഡോർ വന്ന് മുട്ടിയത്? ഒരു പോലീസ് ഓഫീസറായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഡോറിൽ വന്ന് നവംബർ മാസം മഞ്ഞു മൂടി രാത്രി ഏകദേശം 1 മണിയോടടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാതിലിൽ വന്ന് മുട്ടിയത്. ഇൻ ഡ്രിപ്പിംഗ് ഹെൽമെറ്റ് ആൻഡ് കേപ്പ് മിസ്ലി ഔട്ട്ലൈൻഡ് ഓൺ ദി ഡോർ സ്റ്റെപ്പ്. അയാൾ തണുത്ത് വരച്ച് നിൽക്കുകയാണ്. ആര്? നമ്മുടെ പോലീസ്മാൻ. എവിടെയാണ് നിൽക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഡോർ സ്റ്റെപ്പിന് തൊട്ട് താഴെയായി വാതിലിനോട് ചാരി അദ്ദേഹം എന്ത് ചെയ്യാണ്? കാത്തു നിൽക്കുകയാണ്. ആര്? നമ്മുടെ പോലീസ് ഓഫീസർ. ആരേനെ? നമ്മുടെ ജോണസിനെ. എ സൂയിസൈഡ് കേസ് ഹി ടോൾഡ് മീ അബ്രപ്റ്റ്ലി ഇൻ ദ ലോഡ്ജിങ്സ് അറൗണ്ട് ദ കോർണർ. ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്. പോലീസ് വന്നിരിക്കുന്നത് എന്താണ്? തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജിൽ എന്ത് നടന്നിരിക്കുന്നു? ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മഹത്യാശ്രമം നടന്നിരിക്കുന്നു. നിങ്ങൾ ഡോക്ടറല്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? വേഗം ഒന്ന് വന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് ആര് പറയുകയാണ്? ഈ സർജൻറ്റ് ഓഫ് പോലീസ് ആരോട് പറഞ്ഞു? ജോണസിനോട് പറഞ്ഞു. എജിക്രോണിനോട് പറഞ്ഞു. തൊട്ടടുത്ത ലോഡ്ജിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, ഡോക്ടർ ഒന്ന് വേഗം വന്ന് നോക്കണം എന്ന് ആര് പറയാണ്? പോലീസ് ഓഫീസർ എജിക്രോണിനോട് പറഞ്ഞു. We walked the short distance in silence. അപ്പോൾ ഇയാൾ വേഗം റെഡി ആയ ശേഷം എന്ത് ചെയ്യണം? തൊട്ടടുത്ത ലോഡ്ജിലോട്ട് പോവാണ്. ഇവിടെ രാത്രി ഇങ്ങനെ മെല്ലെ പതുക്കെ നടന്നു പോവാണ്, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നിശബ്ദമായിട്ട് എന്ത് ചെയ്യാണ്? അടുത്ത ലോഡ്ജിലോട്ട് നടന്നു പോവാണ്. ഈവൻ അവർ ഫുഡ് സ്റ്റെപ്പ് മഫിൾഡ് ബൈ ദ ഫോഗ്. ആ നടത്തത്തിൽ ആ മഞ്ഞിൻ്റെ കാഠിന്യം കൊണ്ട് ഇവരുടെ നടക്കണ ശബ്ദം കൂടി അത്ര ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. മഞ്ഞ് അത്രയും കടുത്ത മഞ്ഞായിരുന്നു. ആൻഡ് ടേൺഡ് ഇൻ ടു ദ നാരോ എൻട്രൻസ് ഓഫ് ആൻ ഓൾഡ് ബിൽഡിംഗ്. അങ്ങനെ അവർ നടന്ന് ഒരു പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലെത്തി. ആര്? പോലീസും നമ്മുടെ എജിക്രോണും. എത്ര വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്? 25 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. ആസ് വി മൗണ്ടഡ് ദ ക്രീക്കിംഗ് സ്റ്റെയർ കേസ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്? ആ ബിൽഡിങ്ങിൻ്റെ സ്റ്റെയർ കേസ്, അതായത് പടിയുണ്ടല്ലോ, ഓരോ പടിയായിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഇങ്ങനെ ഒന്നൊന്നായിട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്ത്? ആ സ്റ്റെയർ കേസ് മരം കൊണ്ട് ഉണ്ടാക്കിയതാകുമ്പോൾ തന്നെ അതിൽ ചവിട്ടുമ്പോൾ ഒരു പ്രത്യേകമായ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ചവിട്ടുപടിയായിട്ട് മുകളിലോട്ട് കയറി പോവാണ്. മൈ നോസ്ട്രിൽസ് വേർ സ്റ്റങ് ബൈ ദ 6 sweet odor ഓഫ് ഇലൂമിനേറ്റിംഗ് ഗ്യാസ്. അപ്പോൾ ഇവരിങ്ങനെ ചവിട്ടുപടി ചവിട്ടി മുകളിലോട്ട് കയറുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഭയങ്കര കടുത്തൊരു സ്മെല്ല് കിട്ടുകയാണ്. എന്തിൻ്റെ? നല്ല ഗ്യാസിൻ്റെ രൂക്ഷഗന്ധം ആർക്ക് അനുഭവപ്പെടുകയാണ്? നമ്മുടെ ഡോക്ടർക്ക് അനുഭവപ്പെടുകയാണ്.
ആ ലോഡ്ജിൻ്റെ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി പോകുന്ന സമയത്ത്. On the upper story, the agitated landlady showed us to the bare little attic where stretched on a narrow bed lay the body of a young man. അപ്പോൾ ഇവരിങ്ങനെ കോണിപ്പടി കയറി പോകുമ്പോൾ മുകളിൽ എത്തിയപ്പോൾ അവിടെ ആരെ കണ്ടു? ലാൻഡ് ലേഡി എന്ന് പറഞ്ഞാൽ ആ ലോഡ്ജിൻ്റെ ഉടമയായ ഒരു സ്ത്രീയും അവിടെ നിൽക്കുന്നുണ്ട്. അവർ പേടിച്ച് നിൽക്കുകയാണ്. അവരെന്ത് ചെയ്യാണ്? ആറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടുംപുറം എന്നറിയില്ലേ, അതായത് ഏറ്റവും ടോപ്പിലെ ഫ്ലോറിൽ ആരെ കൊണ്ടുപോവാണ്? ഡോക്ടറിനെയും സർജനെയും കൊണ്ടുപോയി. എന്നിട്ട് ഒരു ആളെ കാണിച്ചു കൊടുത്തു. ആരായിരുന്നത്? എ യങ് ബോയ്, ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യാണ്? ആ തട്ടുംപുറത്ത് ആറ്റിക്കിൽ എന്ത് ചെയ്യാണ്? ഒരു കട്ടിലിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നത് ആര് കണ്ടു? നമ്മുടെ ഡോക്ടർ കണ്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവൻ എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്? ഗ്യാസ് തുറന്ന് വിട്ടിട്ട് അത് ശ്വസിച്ചിട്ട് മരിക്കാനായിരുന്നു ആര് ശ്രമിച്ചത്? ആ യങ് ബോയ് ശ്രമിച്ചത്. അവനെ രക്ഷിക്കാനാണ് രാത്രി 1 മണിയായപ്പോൾ നമ്മുടെ സർജൻറ്റ് വന്ന് ആരോട് സഹായം ചോദിച്ചത്? നമ്മുടെ ഡോക്ടറായ AJ ക്രോണിനോട് സഹായം ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.